ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണ് ടീച്ചർ ഒരു ചക്കപ്പുഴുക്കലായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും അല്ലേ? എന്താണ് ടീച്ചർ ഒരു ചക്കപ്പുഴുക്കലായിട്ട് വന്നിരിക്കുന്നത്? പരീക്ഷാ സമയങ്ങളിൽ സാധാരണ കാണുന്ന ഒരു ചോദ്യം എന്താണ്? ഇഷ്ടവിഭവത്തെ കുറിച്ച് എഴുതാനാണ്. നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? ഇഷ്ടവിഭവം അല്ലെങ്കിൽ നമുക്ക് പലതരം പലഹാരങ്ങളെ കുറിച്ചും പലതരം ഭക്ഷണ സാധനങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ആ സമയത്ത് നമുക്ക് ഇഷ്ടവിഭവത്തെ കുറിച്ചൊരു വിവരണം ഇഷ്ടവിഭവത്തെ കുറിച്ച് എഴുതുക. അതിൽ എന്തൊക്കെയാണ് വേണ്ടത്, അതിന് ചേരുവ എന്ന് പറയും അല്ലേ? അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, ഇപ്പൊ എന്നോട് എഴുതാൻ പറഞ്ഞാൽ ഞാൻ ഇതാണ് എഴുതുക, ചക്കപ്പുഴുക്ക്. ഓക്കെ, ഹൈവാ ചക്കപ്പുഴുക്ക് കാണുമ്പോൾ തന്നെ വായിൽ കൊതി ഊറുന്നുണ്ട്. നിങ്ങൾക്ക് മന്തി എന്നൊക്കെ പറയുമ്പോഴായിരിക്കും അല്ലേ വായിൽ കൊതി വരിക. അപ്പൊ ടീച്ചർക്ക് ഇതാ ചക്കപ്പുഴുക്ക് കാണുമ്പോഴാണ്. എന്തൊക്കെയാണ് ഈ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത്? അതിന് നമ്മൾ എന്ത് പറയും? ചേരുവകൾ എന്ന് പറയും. ചേരുവകൾ. അപ്പോ ചേരുവ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പുഴുക്ക് ഉണ്ടാക്കാൻ ഞങ്ങളുടെ കോഴിക്കോട്ടുകാരുണ്ടാക്കുന്നതാണ് കേട്ടോ ഈ ഭക്ഷണം. വേറെ സ്ഥലത്തുള്ളവരൊക്കെ ഈ ചക്ക കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ഉണ്ടാക്കാറ്. ഞങ്ങൾ ചക്ക പുഴുക്ക് ഉണ്ടാക്കാറുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരു മീൻകറിയോ ഒക്കെ കൂട്ടി തിന്നാൻ നല്ല രസമാണ്. ഇനി മോരൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ബെസ്റ്റ് വേറെ. ഇതാ, അപ്പൊ എന്തൊക്കെയാ വേണ്ടേ? പഴുക്കാത്ത ചക്കയുടെ ചുള. പഴുത്ത ചക്കയല്ലേ, പഴുക്കാത്ത ചക്കച്ചുളയില്ലേ, പച്ചച്ചക്ക. പഴുക്കാത്ത ചക്കയുടെ ചുള, കുരുവും ചവിണിയും കളഞ്ഞ് അരിഞ്ഞത്, അതാണ് വേണ്ടത്. പിന്നെ മഞ്ഞൾപ്പൊടി വേണം അതിലിടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചക്ക അരിഞ്ഞെടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പച്ചമുളക്, മുളക് പൊടി വേണമെങ്കിൽ ഇടാം. പക്ഷെ ടീച്ചർക്ക് എന്ത് ഇഷ്ടമല്ല, ചുവന്ന കളറിലുള്ള ഇഷ്ടമല്ല, മഞ്ഞ കളറാണ് ഇഷ്ടം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും പച്ചമുളകാണ് എരിവിനായി ചേർക്കുക. പിന്നെ തേങ്ങ ചിരകിയത് വേണം, വറ്റൽ മുളക്, ജീരകം, വെളിച്ചെണ്ണ, കറിവേപ്പില. വേണമെങ്കിൽ എന്തിടാം, നമ്മുടെ വെളുത്തുള്ളിയും ചേർത്ത് ചതയ്ക്കാട്ടോ തേങ്ങ. അപ്പോൾ ഉണ്ടാക്കുന്ന വിധം പറഞ്ഞു തരാം. ഇതൊക്കെ ഉണ്ടാക്കി നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ചക്കച്ചുള അരിഞ്ഞത് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കുക. അപ്പോൾ ഈ എന്ത് ചെയ്യണം? നമ്മള് ചക്കച്ചുള അരിഞ്ഞത് എന്ത് ചെയ്യണം? മഞ്ഞപ്പൊടി ഇടണം, പിന്നെ അതുപോലെ പച്ചമുളകും, പിന്നെ എന്താണ്, കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളമായി പോകരുത്, കുറച്ച് വെള്ളം മതി. വെള്ളം ചേർത്ത് വേവിച്ചെടുക്കുക. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞാൽ തേങ്ങ ചിരകിയതിലേക്ക് ജീരകം, ചിലപ്പോൾ എന്ത് ചെയ്യും, പച്ചമുളക് എരിവ് ഇനിയോ വേണ്ടവരാണെങ്കിൽ പച്ചമുളക് ഇടും. അതുകൂടാതെ വെളുത്തുള്ളിയും ചേർക്കാറുണ്ട്, കറിവേപ്പിലയും ചിലപ്പം ചതയ്ക്കുന്നതിലിടും. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വേറെ വരും. അപ്പോൾ വെന്ത ചക്കയിലേക്ക് ചേർക്കുക. ഇല്ലെങ്കിൽ തേങ്ങ ചിരകിയതും ജീരകവും കൂടി ചതച്ചെടുത്ത് വെന്ത എന്തിലേക്ക്, ചക്കയിലേക്ക് ചേർക്കുക. ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും വെറും തേങ്ങയിട്ട് ഇളക്കിയിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി കേട്ടോ. പിന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അവസാനം എന്താണ്, കടുകും കറിവേപ്പിലയും വറ്റൽ മുളകും, ആവശ്യമെങ്കിൽ ചിരകിയ തേങ്ങയും കൂടെ വറവിലിടാം, വേറെ ടേസ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ വറവിടാം. നല്ല വെളിച്ചെണ്ണയിൽ വറവിട്ടാൽ അടിപൊളി ചക്കപ്പുഴുക്ക് റെഡി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഭവം വേറെ എന്തെങ്കിലും ആണെങ്കിൽ, ഇപ്പോൾ സിമ്പിൾ പഴംപൊരി ആണെങ്കിൽ അത് എഴുതിക്കോളൂ, ഇനിയിപ്പോൾ ബിരിയാണി ആണെങ്കിൽ അത് എഴുതിക്കോളൂ. പക്ഷെ എഴുതാൻ അറിയണം. പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ, പരീക്ഷയ്ക്ക് അല്ലെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു വിഭവത്തെ പറ്റി എഴുതാൻ പറഞ്ഞാൽ എന്താണ്, അത് എഴുതണം. അപ്പോൾ എന്താണ്, ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് മുൻപ് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചെടുക്കാം. സെറ്റല്ലേ? ഓക്കെ അല്ലേ? ഇതാണ് ടീച്ചറുടെ ഇഷ്ടവിഭവം. നിങ്ങളുടെ വിഭവം നിങ്ങൾ എഴുതുക. അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണ് അതിലെ ചേരുവകൾ എന്നാണ്. ചേരുവകൾ എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ ചേർക്കേണ്ടത്. ഇപ്പോൾ പഴംപൊരി ആണെങ്കിൽ പഴം വേണം, അതുപോലെ മൈദയുണ്ട്, കടലമാവുണ്ട് അല്ലേ? അതൊക്കെ ചേർത്തിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് നമ്മളത് അടിപൊളിയായിട്ട് പഴംപൊരിയാക്കി എടുക്കാറ്. മറ്റ് വിഭവങ്ങളാണെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോൾ ചിലർക്ക് സദ്യയിലെ സാമ്പാർ എങ്ങാനായിരിക്കും ഇഷ്ടം. ദോശയ്ക്ക് കൂട്ടാനും സാമ്പാർ, ഇഡ്ഡലിക്ക് കൂട്ടാനും സാമ്പാർ, ചോറിന് കൂട്ടാനും സാമ്പാറായിരിക്കും. ചിലർക്ക് നല്ല അസല് ചിക്കൻ ബിരിയാണി ആയിരിക്കും, അല്ലെ ചിലർക്ക് പായസമായിരിക്കും. ഏതെങ്കിലും ഒരു വിഭവം ഉണ്ടാക്കുന്നത് നിങ്ങൾ പഠിച്ചു വെക്കുക. ചെറിയ സിമ്പിളായിട്ട് മതി കേട്ടോ. അപ്പോൾ ടീച്ചർക്ക് ഇഷ്ടമുള്ള വിഭവമായിട്ടാണ് ടീച്ചർ വന്നത്. നിങ്ങളുടെ വിഭവം ഒന്ന് നോട്ടിൽ എഴുതി നോക്കിയേ. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ടാറ്റാ.